ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം മാമ്പഴങ്ങളിലെ പുഴു. അതായത് നമ്മൾ പലർക്കും ഒരു വിഷയമാണ്. മാവിൽ ഇതുപോലെ നമ്മൾ നന്നായിട്ട് വളർത്തിയെടുക്കുന്ന മാവിൽ മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് നിറയെ പുഴു ഉണ്ടാകുന്നത്. അപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് അത് മാവിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത്തരത്തിൽ പുഴു വരുന്നതെന്ന്. എന്നാൽ തികച്ചും അതൊരു തെറ്റായ ധാരണയാണ്. ഇപ്പോൾ ഈ കാണുന്നത് കിളിച്ചുണ്ടൻ മാങ്ങയാണ്. നമ്മുടെ നാടൻ കിളിച്ചുണ്ടൻ മാങ്ങയാണ്. എന്നാൽ ഇപ്പോൾ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇനം മാവാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിലേറ്റവും കൂടുതൽ പുഴുക്കേട് കാണുന്നതാണ്. അതുകൊണ്ട് പലരും എന്ത് ചെയ്യും, വീട്ടിലുള്ള കിളിച്ചുണ്ടൻ മാവങ്ങ് വെട്ടിക്കളയും. കാരണം ചോദിക്കുന്നത് എന്താണ്, അത് നിറയെ പുഴുവാണ്, അതുകൊണ്ട് ഇനി നിർത്തിയിട്ട് കാര്യമില്ല, ഒരു നല്ലൊരു മാങ്ങ പഴുത്ത് കിട്ടാൻ നമുക്ക് കിട്ടത്തില്ല. ശരിക്കും അത് പലർക്കും അതിനകത്ത് നിന്ന് അറിവില്ലാത്തതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. നമുക്ക് ഫിറമോൺ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അതായത് ഒരു കെമിക്കലാണത്. അതിനകത്ത് ഈ കായ്ച്ചയാണ്. ശരിക്കും ഈ മാവിൽ പുഴു ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് കായ്ച്ച എന്ന് പറയുന്ന ഒരു ഇനം ഈച്ചയാണ്. അല്ലാതെ ഈ മാവിൻ്റെ കുഴപ്പം കൊണ്ടോ നിങ്ങൾ ഈ നട്ടിട്ടുള്ള ചിലരെല്ലാം ചോദിക്കുന്നത് ഒരു മാവ് കാണുമ്പോൾ നിങ്ങളുടെ ഈ മാവിനകത്ത് പുഴുക്കേടുണ്ടോന്ന്. എന്നാൽ ഇവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇത്തരത്തിലുള്ളൊരു ഈച്ച ഉണ്ടെന്നുള്ള ഒരു കാര്യം അവർക്ക് അറിയില്ലാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങൾ ഏത് വിദേശ ഇനം മാവായിക്കോട്ടെ, ഇപ്പം കുളമ്പ് എന്ന് പറയുന്ന നമ്മുടെ ഒരു മാവുണ്ട്, കുളമ്പ് എന്ന് പറയുന്ന ഇനം, അതിന് തൊലിക്കട്ടി കൂടുതലാണ്. ഇപ്പം ഈ കിളിച്ചുണ്ട മാവിൽ തൊലിക്കട്ടി അത്ര ഇല്ല. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഈച്ചയ്ക്ക് വന്ന് മുട്ടയിടാൻ പറ്റും. എന്നാൽ കുളമ്പ് മാവിന് തൊലിക്കട്ടി നല്ല കൂടുതലായതുകൊണ്ട് ഇനി ഈ ഫിറമോൺ ട്രാപ്പ് വെച്ചില്ലെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഇത് ഈ പുഴുക്കേട് വരാതെ സാധിക്കും. അതായത് അതിൻ്റെ തൊലി കട്ടിയുള്ളതുകൊണ്ട് ഇതിനകത്തേക്ക് വന്ന് മുട്ടയിടാൻ പറ്റത്തില്ല. അപ്പം ഇതിന് നമ്മൾ പ്രതിവിധിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫിറമോൺ ട്രാപ്പ് വാങ്ങിക്കുക. ഫിറമോൺ ട്രാപ്പ് ഏകദേശം 10, 300, 350 രൂപ റേഞ്ചിൽ നമുക്ക് ഫിറമോൺ ട്രാപ്പ് വാങ്ങിക്കും. ആ ട്രാപ്പ് എന്ന് പറയുന്നത് ഞാൻ പിന്നെ ഒരു വീഡിയോയ്ക്കകത്ത് അത് വിശദമായിട്ട് കാണിക്കാം. ആ ട്രാപ്പ് വാങ്ങിച്ചിട്ട് അതിനകത്തൊരു 100 രൂപ വില വരുന്ന ഒരു ഫിറമോണുണ്ട്. ആ ഫിറമോണാണ് ഈ കായ്ച്ച, അതായത് പെൺ കായ്ച്ചയുടെ മണം പുറപ്പെടുവിക്കുന്ന ഒരു ഫിറമോണാണ് അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ മാവിന് ദൂരെ മാത്രമേ ഇത് കൊണ്ടുവന്ന് തൂക്കാവൂ. ഇതൊരു ട്രാപ്പാണ്. ആ ട്രാപ്പ് യാതൊരു കാരണവശാലും നിങ്ങൾ മാവേൽ കൊണ്ട് തൂക്കരുത്. മാവേൽ തൂക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കായ്ച്ചകളും നമ്മുടെ മാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പെൺകായ്ച്ചകൾ വന്ന് കുത്തുകയും ചെയ്യും, ആൺകായ്ച്ചകൾ ഇതിനകത്തായി പോവുകയും ചെയ്യും. പക്ഷേങ്കിൽ നമ്മളൊരു മാവിന് ഒരു ദൂരെ ഏകദേശം ഒരു 20 മീറ്റർ മാറിയേ കൊണ്ട് തൂക്കാവും. 1/2 ഏക്കറിന് ഒരു ട്രാപ്പ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ 1 ഏക്കറിന് 2 എണ്ണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം മാവ് ഏകദേശം പൂത്ത് വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആക്രമണം വരത്തില്ല. ശരിക്കും ഏകദേശം ഒരു കണ്ണിമാങ്ങ പരുവം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1/4 വിളവ് ആയതിനു ശേഷം മാത്രമേ ഇത് കുത്തത്തുള്ളൂ. അപ്പോൾ പലരും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ മാങ്ങാണ്ടിക്ക് ഉള്ളിൽ ഈ ഒരു പുഴു വരുന്നത് എന്തുകൊണ്ടാണ്? അതെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിക്കും വണ്ടാണ്, ഈച്ചയല്ല. അത് വണ്ട് ഈ പൂവ് വരുന്നതിന് മുമ്പ് തന്നെ ഈ പൂവിനകത്ത് വന്ന് മുട്ടയിടുകയും അത് ഭ്രൂണത്തിൽ കയറി തന്നെ, അതായത് ഈ വിത്ത് ഇത് മുളച്ച് വരുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് ഇന്ന് വളർന്നു വരുമ്പോൾ തന്നെ ഇതിനകത്ത് വിത്തിനകത്ത് ഈ ഭ്രൂണത്തിൻ്റെ അകത്ത് പോകും. അപ്പോൾ മാങ്ങ ഏകദേശം വലിപ്പം ആകുമ്പോൾ മാത്രമേ ഈ പറയുന്ന ഭ്രൂണം ഇത് തിന്നത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ മുട്ട ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതായത് ഈ ഈച്ചയല്ല, ഈ വണ്ട്. അതേസമയം ഇതിനകത്ത് ഈച്ച കുത്താൻ സാധ്യതയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിറമോൺ ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈച്ച കുത്തത്തില്ല. നമുക്ക് മറ്റേ വണ്ട് വിത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഈ മാങ്ങയുടെ ഫ്ലഷ് നമുക്ക് കിട്ടാതെ പോയി കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ വണ്ട് അതിനകത്ത് നിന്ന് മുളച്ച് വരുന്നതിനകത്തൊന്നും വിഷയം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലുതായി കഴിഞ്ഞിട്ട് ആ മാങ്ങ വിത്ത് നമ്മൾ കൊണ്ടുവന്ന് പാകുകയാണെങ്കിൽ ആ വിത്ത് കിളിക്കത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ ആ വണ്ടിൻ്റെ ലാർവ അതിനകത്തിരുന്ന് തിന്നിട്ട് നമ്മൾ വിത്ത് കൊണ്ട് കളയുമ്പോൾ എന്ത് ചെയ്യും, ആ വിത്തിനകത്തെ ഭ്രൂണം മുഴുവൻ തിന്നിട്ട് അത് പുറത്താവുകയും ചെയ്യും. പക്ഷേങ്കിൽ ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കായ്ച്ചയുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കായ്ച്ച വന്ന് മുട്ട ഇടുകയാണെങ്കിലും ഈ കായ്ച്ചയ്ക്കകത്ത് ഇതിൻ്റെ മുട്ട കൊണ്ടുവന്ന് ഇതിരുന്ന് വിരിയുന്നത് എന്ത് ചെയ്യും, നമ്മൾ കൊണ്ടുവന്ന് പുഴുവാന്ന് പറഞ്ഞുകൊണ്ട് കളയും. അത് ശരിക്കും അതിൻ്റെ സമാധി ദശയാണ്. നമ്മൾ അത് മണ്ണിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ അത് ഒരു 5-6 മാസം എന്ത് ചെയ്യും, അത് മണ്ണിൽ കിടക്കും. മണ്ണിൽ കിടന്നതിന് ശേഷം എന്ത് ചെയ്യും, അത് സീസൺ ആകുമ്പോഴത്തേക്ക് ഇത് വിരിഞ്ഞ് ഈച്ചയായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ട്രാപ്പാണ് ഏറ്റവും നല്ലത്. ആ ട്രാപ്പ് ഞാൻ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിക്കാം. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഉൾപ്പെടെ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഇത് കിളിച്ചുണ്ടമാവ് വ്യാപകമായിട്ട് വെട്ടി നശിപ്പിക്കുന്ന ഒരു കാരണം ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിലെ ഇത്തരത്തിലുള്ള ഒരു മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറയുന്ന
ട്രാപ്പ് നിങ്ങൾ വാങ്ങണം. അതിന് തുച്ഛമായിട്ടുള്ള തുകയുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് എല്ലാ വർഷവും അതിനകത്ത് ഈ വരുന്ന ഈ ഫിറമോൺ മാത്രം വാങ്ങി വെച്ചാൽ മതി. ആ ട്രാപ്പ് നിങ്ങൾക്ക് ഒറ്റ തവണ വാങ്ങിയാൽ മതി. ഫിറമോൺ എന്ന് പറയുന്നത് നമുക്ക് അഗ്രി ഷോപ്പിൽ എല്ലായിടത്തും കിട്ടും, ഓൺലൈനായിട്ടും കിട്ടും. പിന്നെ അത് ഏത് കമ്പനിയാണ് ഏറ്റവും നല്ലതെന്നുള്ളത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ചുമ്മാ വെറുതെ എല്ലാം കൂടെ വാങ്ങി വെക്കല്ലേ. അത് ചിലതുണ്ട് ചെറിയ, അതായത് ലോ ക്വാളിറ്റിയിലുള്ള സാധനമുണ്ട്, പാത്രങ്ങൾ. അതായത് ഇതിനകത്ത് വന്നത് തിരിച്ചു പോകും. അതായത് ഈച്ചയെ പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൺകാഴ്ചയാണ് ഇതിനകത്ത് വന്ന് പെടുന്നത്. ആൺകാഴ്ച ഇതിനകത്ത് വന്ന് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകാഴ്ചയുടെ മണം ഇത് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും, ഫിറമോൺ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ദൂരെ നിന്ന് വരുന്ന ഈച്ചകൾ മുഴുവൻ വരും. ഇപ്പോൾ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് 2 തവണയൊക്കെ ഈ പാത്രത്തിലെ ഈച്ച എടുത്ത് കളയേണ്ടി വരും. അതുപോലെ ഈച്ച വന്ന് ചാടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാവിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇത് കൊണ്ടുവന്ന് തൂക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് കൊണ്ടുവന്ന് മാവിന് ദൂരെ മാറി കണ്ണിമാങ്ങ പരുവാകുമ്പോൾ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന് തൂക്കണം. അപ്പോൾ തൊട്ടേ ഇതിന് ഏകദേശം ഈ ആൺകാഴ്ചകൾ നമ്മൾ പിടിക്കാൻ പോയാൽ നമുക്കൊരു 1-2 വർഷത്തിനുള്ളിൽ കൊണ്ട് നമുക്ക് പരിപൂർണമായിട്ട് ഈ മാമ്പഴ ഈച്ചകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഇത്തരത്തിലുള്ള കിളിച്ചുണ്ട് മാവൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വിളഞ്ഞ് പഴുത്ത് തന്നെ നിങ്ങൾക്ക് പറിച്ചത് എടുത്ത് പഴുപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്നത് പിന്നെ ഉപ്പുവെള്ളത്തിനകത്തിട്ട് പഴുപ്പിക്കാൻ എല്ലാം ഒന്നും പോസിബിലിറ്റി അല്ല. അതായത് എപ്പോഴും നമുക്ക് പറിച്ചെടുത്ത് വെക്കാനും ഇത് പിന്നെ സൂക്ഷിച്ച് വെക്കാനും ഒന്നും പറ്റത്തില്ല. എല്ലാം എടുത്ത് തുടച്ച് എല്ലാം ഒന്നും വെച്ച് സൂക്ഷിച്ച് വെക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. എന്നിരുന്നാലും അതിനകത്ത് നിന്ന് ആ പുഴുവിൻ്റെ മുട്ട നമുക്ക് എപ്പോഴും ഒന്നും വ്യാപകമായിട്ട് ഇതിനകത്ത് നിന്ന് എല്ലാം എടുത്തൊന്നും കളയാൻ സാധിക്കത്തുമില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഫിറമോൺ കെണി നിങ്ങൾ ഉറപ്പായും വാങ്ങിക്കുക, വെക്കുക. എന്നിട്ട് നല്ല രീതിയിലുള്ള മാമ്പഴം കഴിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.